കൊല്ലം ശൂരനാട് ആനയടി പഴയിടം നരസിംഹസ്വാമി ക്ഷേത്രത്തിന് ഉത്സവത്തിന് ഇനി നാളുകൾ മാത്രമാണ് ബാക്കി. എന്നാൽ ക്ഷേത്രത്തിലേക്കുള്ള പ്രധാന പാതയുടെ അവസ്ഥ വളരെ ശോചനീയമാണ്. ലക്ഷക്കണക്കിന് ഭക്തർ എത്തുന്ന ക്ഷേത്രത്തിലേക്കുള്ള പാത സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് ആവശ്യം. ഇതാണ് ആനയടി ക്ഷേത്രത്തിലേക്കുള്ള പ്രധാന പാതയുടെ ഇപ്പോഴത്തെ അവസ്ഥ. പൊട്ടിയും പൊളിഞ്ഞും സഞ്ചാരയോഗ്യമല്ലാത്ത വിധം കിടക്കുന്നു. ഇരുചക്രവാഹനങ്ങൾ അപകടത്തിലാകാനുള്ള സാധ്യതയുമുണ്ട്. ആനയടി പൂരമെന്നാൽ ഏറെ പ്രസിദ്ധമാണ്. പൂരം നടക്കുന്ന പഴയിടം നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ ഉത്സവത്തിനായുള്ള ഒരുക്കങ്ങളും ആരംഭിച്ചു. എന്നാൽ ഇവിടേക്കെത്തുന്ന ഭക്തരെ വലയ്ക്കുന്നത് തകർന്നു കിടക്കുന്ന ഈ പാത തന്നെയാണ്. പലപ്പോഴും ലക്ഷങ്ങൾ ചിലവാക്കി ക്ഷേത്ര ഭരണസമിതി തന്നെ റോഡ് പുനർനിർമ്മിക്കേണ്ടി വരുന്നു. ഏറെ തവണ ഇക്കാര്യം അധികാരികളോട് സൂചിപ്പിച്ചിട്ടും നടപടി ഉണ്ടായില്ലെന്ന് നരസിംഹസ്വാമി ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് ഡോക്ടർ ജി ചന്ദ്രകുമാർ പറഞ്ഞു. ഇപ്പോൾ അധികാരിയുടെ ഭാഗത്തു നിന്ന് എങ്ങനെയായാലും ശരി തന്നെ ഈ ഉത്സവത്തിന് മുമ്പ് എന്തായാലും നടക്കുമെന്ന് തോന്നില്ല എങ്കിൽ പോലും എത്രയും പെട്ടെന്ന് തന്നെ ഈ കോട്ടപ്പുറം ആനയടി ക്ഷേത്രത്തിലുള്ള റോഡിന് ഒരു പരിഹാരം ഉണ്ടാക്കിത്തരണമെന്നുള്ള ഒരു വിനോദ അഭ്യർത്ഥനയുണ്ട്. ഉത്സവത്തിന് മുമ്പ് നടക്കാൻ സാധ്യതയില്ല, കാരണം ഇനി 18 ദിവസമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ശരി തന്നെ അത് നടക്കാൻ സാധ്യതയില്ല. ഞങ്ങൾ നിരന്തരമായിട്ട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണിത്, വർഷങ്ങളായിട്ട്. ജനുവരി 11 ഉത്സവത്തിന് കൊടിയേറുക. അതിനു മുൻപായി ഭക്തർക്ക് സുഗമമായ സഞ്ചാരം ഉറപ്പാക്കാൻ അധികാരികൾ തയ്യാറാകണമെന്ന് ഭരണസമിതി സെക്രട്ടറി വിജയൻ കാഞ്ഞിരവിള പറഞ്ഞു. ക്ഷേത്രങ്ങളിൽ കാലാകാലങ്ങളിലായി വരുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ ഈ നാട്ടിലെ പ്രമുഖരായ മന്ത്രിമാർ, MP-മാർ, MLA-മാർ ഒക്കെ പങ്കെടുക്കുന്ന ഒരു സാംസ്കാരിക സമ്മേളനമാണ് നമ്മൾ നടത്തുന്നത്. ആ സമ്മേളനങ്ങളിലെല്ലാം തന്നെ നമ്മൾ റോഡിൻ്റെ ശോചനീയാവസ്ഥ അവരെ ധരിപ്പിച്ചിട്ടുള്ളതാണ്. ഇനിയും ക്ഷേത്രത്തിലെ തിരുവുത്സവം തുച്ഛമായ ദിനങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ ക്ഷേത്രത്തിലേക്ക് വരുന്ന വഴി സുഗമമാക്കി തന്ന് സഞ്ചാരയോഗ്യമാക്കി തന്ന് അധികാരികളുടെ കണ്ണ് തുറക്കണമെന്ന് മാത്രമാണ് ഈ അവസരം എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. ഇതുവഴി യാത്ര ചെയ്യുന്നവരുടെ ദുരിതം അധികാരികൾ കണ്ണു തുറന്നു കാണണമെന്ന് ക്ഷേത്ര ഭരണസമിതി ട്രഷറർ ആനയടി ബിനുകുമാർ വ്യക്തമാക്കി. ആ നിർമ്മാണത്തിലെ പാകപ്പഴവ് മൂലം ഇന്ന് വാഹനങ്ങൾക്കും കാൽനടയാത്രക്കാർക്കും സഞ്ചാരയോഗ്യമല്ലാത്ത രീതിയിൽ വളരെ ശോചനീയമായ അവസ്ഥയാണ് ഈ റോഡിൻ്റെ നിലനിൽപ്പ്. ഈ വരുന്ന 2026 ജനുവരി 11 മുതൽ ജനുവരി 20 വരെ വരുന്ന ദിവസങ്ങളിൽ ലക്ഷോപലക്ഷം ഭക്തജനങ്ങളാണ് ഈ ക്ഷേത്ര തിരുസന്നിധിയിലേക്ക് എത്തിച്ചേർന്നത്. അതുപോലെ 60-ൽ പരം ഗജവീരന്മാർ, അതുപോലെ 10 ലക്ഷം ഭക്തജനങ്ങൾ പങ്കെടുക്കുന്ന വലിയ ഗജമ നടക്കുന്ന ഒരു ക്ഷേത്ര തിരുസംഗമത്തിൽ ഈ പ്രധാന പാതയിൽ ഈ ശോചനീയാവസ്ഥ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. എല്ലാ തവണയും നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ വിപുലമായ ഉത്സവമാണ് നടക്കുക. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഗജവീരന്മാർ അണിനിരക്കുന്ന പൂരം. കെട്ടുകാഴ്ചകളും ഘോഷയാത്രകളും എത്തുന്ന റോഡ് എത്രയും വേഗം സഞ്ചാരയോഗ്യമാക്കണമെന്നതാണ് ഭരണസമിതിയുടെ അഭ്യർത്ഥന. ജനം, കൊല്ലം.